ദീർഘദൂരം സഞ്ചരിക്കുന്നത് മാത്രമാണോ യാത്ര? ചിലപ്പോഴൊക്കെ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും കാത്തിരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമല്ലേ? ഞാൻ കാത്തിരുന്നത് 10-16 വർഷമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയോ? ഒരു ജോലി ചെയ്യാൻ, സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് അത് പുറത്തു പോയിട്ടൊരു ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം 4 മക്കളെ അതും പൊന്നുപോലെ നോക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനതൊരു സെക്കൻഡ് ഓപ്ഷനാക്കി മാറ്റി വയ്ക്കുകയായിരുന്നു. പക്ഷേ റിയലി ലൈഫ് വാസ് വെരി ടഫ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ? പക്ഷേ ഞാൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് ശക്തമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു നമുക്കുള്ള വാതിൽ ഒരിക്കൽ തുറക്കുമെന്നുള്ളത്. അതുകൊണ്ട് നിശബ്ദമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ഈ ലോകം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീടിനകത്തിരുന്ന് അതിനുള്ള തയ്യാറെടുപ്പ്, മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായിരുന്നു എനിക്കുള്ളത്. ക്ഷമയോടെ കാത്തിരിക്കുന്നതും തയ്യാറെടുക്കുന്നതും ദൗർബല്യമായിട്ട് കരുതരുത്. അതായിരുന്നു ശരിക്കുള്ള കരുത്ത്. ആരും കണ്ടില്ലെങ്കിലും ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും കയ്യടികളോ ക്യാമറ ലൈറ്റ്സോ ഒന്നുമില്ല, നിരന്തരമായിട്ടുള്ള അധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ പല സമയങ്ങളിലും സംശയങ്ങളുണ്ടായിരുന്നു, കണ്ണീരുണ്ടായിരുന്നു. നമുക്ക് ഈ ലോകത്തൊരു ചാൻസ് ഇല്ലേ എന്നാലോചിച്ച്. പക്ഷെ ഫൈനലി 10-16 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സമയം വന്നു. ഒരു ഇ-കൊമേഴ്സ് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ, അതായത് 13ാമത്തെ റാങ്ക് വരെ എനിക്ക് എത്താൻ പറ്റിയത്, അതും വീടിനകത്തിരുന്ന് എനിക്ക് എത്താൻ പറ്റിയത് കഴിഞ്ഞ കാലങ്ങളിലെ പ്രതീക്ഷയോടെയുള്ള എൻ്റെ കാത്തിരിപ്പായിരുന്നു, എൻ്റെ തയ്യാറെടുപ്പായിരുന്നു. ഇതിവിടം കൊണ്ട് അവസാനിക്കുകയൊന്നുമല്ല, ഇതൊരു തുടക്കമാണ്. ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് റെക്കഗ്നീഷൻസ് എല്ലാം വരും ദിവസങ്ങളിലും വർഷങ്ങളിലും എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന സുന്ദരമായ പ്രതീക്ഷയാണിപ്പോൾ. പല നാടുകളിലുള്ള 1000 പേരോട് എൻ്റെ കഥ പറയാനുള്ള അവസരം കിട്ടി. ഞാൻ ആരാണെന്ന് തെളിയിക്കാനുള്ള ഒരു ചെറിയ അവസരം കിട്ടി, എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള അവസരം. ഇതെല്ലാം കിട്ടിയ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ. താങ്ക് ഗോഡ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, കാത്തിരിപ്പ് വിശ്വാസത്തോടെയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും.